ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ആനി വ്ലോഗ് കേട്ടിട്ടുണ്ട് പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഹൂറ എക്സിബിഷൻ റോഡിലുള്ള സൈറോ അക്കാദമിയിലെ ഗ്രൗണ്ടിലാണ്. അപ്പോൾ സൈറോ അക്കാദമിയിലെ ഗ്രൗണ്ടിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം കോപ്പ സൈറ, അതായത് സൈറോയിലെ കുട്ടികളെ എല്ലാവരും കൂടെ കോർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചേർത്തുകൊണ്ട് ഏജ് വൈസ് തരംതിരിച്ചുകൊണ്ട് ഇന്റേണലി നടത്തുന്ന ഒരു മാച്ചസാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് രണ്ടാമത്തെ മാച്ചാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സൈറോ അക്കാദമിയിലെ അണ്ടർ 13 മാച്ചാണ് ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് ഡിസംബർ 13, 2024. സമയം ഏകദേശം 7:30 മണിയായി. 7 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. ഞാനിപ്പോൾ അവരെ അച്ചുവിനെ അവിടെ ആക്കി. അച്ചുവിനെ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മകൻ ജൊനത്ത് അനൂപാണ് അണ്ടർ 13 ഗ്രൂപ്പിലുള്ളത്. അത് 4 ഗ്രൂപ്പോ 5 ഗ്രൂപ്പോ ഉണ്ട്. അതിൽ ഡി ഗ്രൂപ്പിലാണ് ഇപ്പോൾ ജൊനത്ത് ഉള്ളത്. അപ്പം റിപ്പോർട്ടിംഗ് ടൈം 7 മണിയാണ്. അപ്പോൾ ഞാൻ അവരെ ഗ്രൗണ്ടിലേക്ക് ഡ്രോപ്പ് ആക്കിക്കൊണ്ട് ഞാനിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇതിൻ്റെ ഒരു ആക്ച്വൽ ലൊക്കേഷൻ വരുവാണെങ്കിൽ നമ്മുടെ ഹൂറയിലുള്ള ഗോസി മാളിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഗ്രൗണ്ടിലാണ് ഈ കളി നടക്കുന്നത്. അപ്പം സൈറോ അക്കാദമിയിലെ ഒരു മാച്ചസാണ്. സൈറോ അക്കാദമിയിലെ കുട്ടികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ഫുട്ബോൾ കളിയാണിത്. അത് ഏജ് വൈസ് തരംതിരിച്ചുകൊണ്ട് അണ്ടർ 10ഉം അണ്ടർ 12ഉം അണ്ടർ 13ഉം അങ്ങനെ ഏജ് വൈസ് തരംതിരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കളിയാണ് കോപ്പ സൈറ എന്ന് പറയുന്നത്. ആ കളി കാണുവാനും ആ കളിയുടെ പ്രസക്ത ഭാഗങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം എടുക്കാൻ പറ്റുമില്ലെന്ന് അറിയത്തില്ല. ഇതൊരു ഇന്റേണൽ മാച്ചായതുകൊണ്ട് ഒരുപാട് പേരൻസ് ഒക്കെ ഗ്രൗണ്ടിൻ്റെ സൈഡിലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എടുക്കാൻ പറ്റുമില്ലെന്ന് അറിയത്തില്ല. എന്തായാലും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അച്ചുമോൻ്റെ, അതായത് എൻ്റെ മൂത്ത മകൻ ജൊനത്തിൻ്റെ ആദ്യത്തെ ഒരു മാച്ചാണ്. അത് ഇന്റേണൽ മാച്ചായാലും മറ്റ് ക്ലബ്ബുമായിട്ടുള്ളൊരു മാച്ചായാലും ആദ്യത്തെ ഒരു മാച്ച് ആയതുകൊണ്ട് അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അത് കാണുവാനും അവൻ്റെ കളികളൊക്കെ അവൻ്റെ പെർഫോമൻസൊക്കെ മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് വന്നത്. എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് അറിയത്തില്ല. ഒരുപാട് ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം ഇന്ന് 2 or 3 മാച്ചുകൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. ഇതാണ് ഹൂറയിലുള്ള ഗോസി മാള്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഗ്രൗണ്ടിലാണ് ഇന്നത്തെ മാച്ച് നടക്കുന്നത്. അപ്പം മനോഹരമായ ഒരു ഗ്രൗണ്ടാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഈ കുട്ടികളെ കൊണ്ട് കളിക്കാൻ പറ്റും. സാധാരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാറിലുള്ള കിക്ക് ഓഫ് അക്കാദമിയിലൊക്കെയാണ് മറ്റ് ക്ലബ്ബുമായിട്ടുള്ള മാച്ചുകൾ നടക്കുന്നത്. ഇത് സൈറോയുടെ ഇന്റേണൽ മാച്ചസ്, സൈറോയിലെ കുട്ടികൾ മാത്രം കളിക്കുന്ന പല ഏരിയയിലുള്ള കുട്ടികൾ കളിക്കുന്ന ഒരു മാച്ച് ആയതുകൊണ്ടായിരിക്കും ഇവിടെ നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഈ ഗ്രൗണ്ടിലേക്ക് പോവാം. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് 8 മണിക്ക് കളിക്കാനുള്ള കുട്ടികളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ചുവിൻ്റെ ടീം ഡി ആണ്. അച്ചുവിനോടൊപ്പം കളിക്കുന്നത് എഫ് ടീമാണ്. അപ്പോൾ ഡിയും എഫും തമ്മിലുള്ള മാച്ചാണ് ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ മറുഭാഗത്ത് അതേപോലെ തന്നെ മറ്റു 2 ടീമങ്ങളും കളിക്കുന്നുണ്ട്. 8 മണിക്ക് 2 മാച്ചുകൾ ഒരുമിച്ചാണ് പാരലിൽ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ആ മാച്ചിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ എടുക്കുവാനും അച്ചുവിൻ്റെ കളി കാണുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഇത് സൈറോ നടത്തുന്ന ഒരു ഇൻറ്റേർണൽ മാച്ചാണ്. കോപ്പ സൈറ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഏജ് ലിമിറ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏജിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് സെഗ്രിഗേഷൻ ചെയ്ത് അണ്ടർ 10ഉം അണ്ടർ 12ഉം അണ്ടർ 13ഉം അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇൻറ്റേർണലി കുട്ടികളെ കളിപ്പിക്കുന്ന ഒരു മത്സരമാണ് കോപ്പ സൈറ എന്ന് പറയുന്നത്. ആ മത്സരത്തിൽ അണ്ടർ 13 എൻ്റെ മൂത്ത മകൻ ജൊനത്ത് അനൂപ് കളിക്കുന്നുണ്ട്. ഡി ഡിവിഷനിലാണ് അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരു സെക്ഷനിലാണ് കളിക്കുന്നത്. ഡിയും എഫും തമ്മിലുള്ള മാച്ചാണ് ഇപ്പം ഈ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വാശിയേറിയ മത്സരമോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും തമ്മിൽ അറിയുന്ന കുട്ടികളാണ്. ഒരു ഫ്രണ്ട്ലി മാച്ച് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്ലി മാച്ച് ആണെങ്കിലും കുട്ടികൾക്കിടയ്ക്ക് ഒരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അച്ചുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഒരു സൈറോ അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തോളമായി. മെയിൻലി അവനെ ഇതിലേക്ക് ഞാൻ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോഡി ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. ഫുട്ബോളിന് വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എൻ്റെ ഇളയ മകൻ കാണിക്കുന്നതിൻ്റെ അത്ര ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോഴത്തേക്ക് അവനും താല്പര്യമാണ് കളിക്കാനായിട്ട്. എത്രത്തോളം അവൻ്റെ പെർഫോമൻസ് എടുക്കാൻ പറ്റുമില്ലെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും അവൻ്റെ കളി കാണുവാനും അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ ഇവിടെ വന്നത്. ഇപ്പോൾ ആ ഒരു ഫ്രണ്ട്ലി മാച്ച് ഡിയും എഫും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി മാച്ചാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇത് നടക്കുന്നത് ഹൂറ എക്സിബിഷൻ റോഡിലുള്ള ഒരു ഗ്രൗണ്ടിലാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ലി മാച്ചിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം.
കോപ്പസറയിലെ ഡി ടീമും എഫ് ടീമും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഡി ടീം ഇപ്പം എഫ് ടീമിനെതിരെ 1 ഗോളാണ് നേടിയിരിക്കുന്നത്. ഒരു ഫ്രണ്ട്ലി മാച്ചാണ്. കോപ്പസറയിലെ അകത്തുള്ള കുട്ടികൾ തമ്മിൽ നടത്തുന്ന ഒരു മത്സരമാണിത്. വീണ്ടും ഡി ടീം എഫ് ടീമിനെതിരെ രണ്ടാമത്തെ ഗോൾ നേടി. ഇപ്പോൾ ഗോൾ നിലയിലെ ഡി ടീം 2-ഉം എഫ് ടീം 0-യിലുമാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്രണ്ട്ലി അടിപൊളി ഒരു മാച്ച് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാഫ് ആൻ അവറിൻ്റെ ഒരു മാച്ചാണ്. ഇപ്പോൾ കളി അവസാനിക്കാറായി. ഇപ്പം ഗോൾ നിലയിൽ ഡി ടീം 2-ഉം എഫ് ടീം 0-യിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ളൊരു 3-4 മിനിറ്റ് ബാക്കിയുണ്ട്. ആ 4 മിനിറ്റിൽ ആരെങ്കിലുമൊക്കെ ഗോൾ നേടുമോ ഇല്ലെന്ന് നമുക്ക് നോക്കി കാണാം. അപ്പോൾ സൈറോ അക്കാമ അപ്പോൾ സൈറോ ഡി അപ്പോൾ സൈറോ ഡി ടീം എഫ് ടീമിനെതിരെ 2 ഗോളാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്.